40 രൂപയ്ക്കും 50 രൂപയ്ക്കും ഗ്രാനൈറ്റ് കിട്ടുന്ന സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില ചിറ്റൂരൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും. ഈ ബാക്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രാക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അവരൊക്കെ അതിലും ബുദ്ധിമാന്മാരാണ്. അതിനും മേളിലുള്ള ഓരോ പരിപാടികൾ കാണിച്ചിട്ടാണ് ഈ സാധനം വിറ്റുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്ത് 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന് ബാച്ച്, ഇപ്പോൾ ബാച്ച് ടു ബാച്ച് കളർ വേരിയേഷൻസ് തീർച്ചയായിട്ടും വരും. അത് ഭയങ്കര ഒരു ഇതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് അവർ കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കുക ചെയ്യുന്നത്. അവർക്ക് അത് ഈ ഷോപ്പുകാർ തമ്മിലുള്ള ഒരു കിടമത്സരം അങ്ങനെ ഒന്നും സംഭവിച്ചോട്ടോ. ടൈൽസ് ഗ്രാനൈറ്റ് ഇതിലേതാണ് നമ്മുടെ ക്ലൈമറ്റ് നല്ല ഇതുള്ളതാണ്. അത്ര ചിരി എന്തിനാ? ടൈലും ഗ്രാനൈറ്റ് ഇത്രയും വലിയ തമാശ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇയാളെ മറ്റേ പെണ്ണ് കാണാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ്. അതൊക്കെ ഒരു നാണവും. അപ്പോൾ തുടങ്ങ് അണ്ണാ. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പൊന്നു സുഹൃത്തെ താൻ അഭിപ്രായം പറയാൻ പറ്റും. വെൽക്കം ടു പറയൂ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തുടങ്ങി. ഇനി തൻ്റെ അഭിപ്രായം പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ ടൈലും നല്ലതാണ്, ഗ്രാനൈറ്റ് നല്ലതാണ്. ഗ്രാനൈറ്റ് നാച്ചുറലി കിട്ടുന്ന സാധനമാണ്, ടൈല് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്. അല്ലേ? കറക്റ്റ് അല്ലേ? അതിന്റെ ചെളി നാച്ചുറലാ. അല്ല, പരിപാടി തീർത്തു. പറ, നിങ്ങളാണ് ഇതിനകത്ത് എക്സ്പെർട്ട്. അങ്ങനത്തില്ല, എല്ലാവർക്കും അറിയാലോ. അല്ല, എന്നാലും നമ്മളെക്കാളും നിങ്ങൾ ഭയങ്കര ഹോൾസെയിൽ ഡീലറാട്ടോ ടൈലിന്റെ. ഓഫീസർ ടൈൽസും ഗ്രാനൈറ്റും സത്യം ഇതും രണ്ടും നല്ല പ്രോഡക്റ്റുകൾ തന്നെയാണ്. അപ്പം ഒന്ന് കോസ്റ്റ് ഒരു ഫാക്ടറാണ്. ഗ്രാനൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു 100+ ഒക്കെ ഒരു മിനിമം കോസ്റ്റ് പോകും. പിന്നെ അതിൻ്റെ ലേയിങ് ചാർജും കൂടുതലാണ് കോമൺലി. പിന്നെ ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു ഗ്രാനൈറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയം. 40 രൂപയ്ക്കും 50 രൂപയ്ക്കും ഗ്രാനൈറ്റ് കിട്ടുന്ന സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില ചിറ്റൂരൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും. അതെന്താണ് അതിന്റെ ടെക്നിക്ക്? ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കിടക്കുന്നതൊക്കെ ആയിരിക്കും. ഇവരിപ്പം അവിടെ പീസായിട്ടായിരിക്കും ഇവർ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ നാട്ടിൽ എത്തുമ്പോഴത്തേക്ക് പൊട്ടും ഈ 40 രൂപയുടെ സാധനം, അല്ലെങ്കിൽ ലേ ചെയ്യുമ്പോഴത്തേക്ക് പൊട്ടും. ഇതൊക്കെ ക്രാക്ഡ് പീസായിരിക്കും. ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും. അല്ല, ഉറങ്ങല്ല, വായിക്കോട്ടെ. ആലോചിച്ച ചിന്തകൾ. അപ്പോൾ ഒന്നും ആരും ഫ്രീ ആയിട്ട് തരത്തില്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരുമ്പോഴും റേറ്റ് കുറച്ച് തരുമ്പോഴും അതിനകത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാവും. അല്ലാതെ ഒരിക്കലും 40 രൂപയ്ക്ക് ഗ്രാനൈറ്റ് നമുക്ക് തരാൻ ഒരിക്കലും ആർക്കും പറ്റത്തില്ല. പോറസ് മെറ്റീരിയൽ അല്ലേ ഗ്രാനൈറ്റ്? നാച്ചുറൽ സാധനമാണ്. അതിനകത്ത് ഹാർഡ് മെറ്റീരിയൽസ് ആണ് ഗ്രാനൈറ്റ് വരുന്നത്. ഇപ്പൊ ഗ്രാനൈറ്റിലേക്ക് വരുന്ന സമയത്തെ ഇപ്പൊ നമുക്ക് കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിലെ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാലക്സി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്കുള്ളതുണ്ട്, കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞിട്ട്. ഗാലക്സി ഇപ്പോഴും അത്യാവശ്യം റേറ്റുള്ള സാധനമാണ് കേട്ടോ. ഇനി അതിൻ്റെ കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സാധനം അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ക്യാറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറെ മെയിനായിട്ട് പറയുന്നത് ലെപ്പോത്ര ഫിനിഷ്. അതാണ് ഞാൻ പറയുന്നത്. ഈ ലെപ്പോത്ര ഫിനിഷിൽ പലപ്പോഴും നമ്മളിത് സെലക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു പെയിന്റ് കോട്ട് കാണാം. ആക്ച്വലി ലെപ്പോത്ര ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഫ്ലെയിംഡ് ആണത്. അതെ, ഗ്യാസ് കട്ടർ വെച്ചിട്ട് ഫ്ലെയിം ചെയ്തെടുക്കുന്ന ഫിനിഷ്. അതെ, അങ്ങനെ ചെയ്തെടുക്കുന്നത് ലെതർ ഫിനിഷിലേക്ക് വരും. നമ്മുടെ പ്യുവർ ലെതറിന്റെ ഒരു ഫിനിഷിലേക്ക് വരും. പക്ഷെ ഞാൻ നോക്കുന്നത് അതിനകത്ത് ഒരു പെയിന്റിന്റെ കോട്ട് പലപ്പോഴും കാണുന്നുണ്ട്. കളറൈസർ ആണോ അത്? അതാവാം. അത് പല മെറ്റീരിയൽ അനുസരിച്ച് വേരിയേഷൻ വരാം. ഇപ്പം ഇതിനകത്ത് ഇപ്പം നല്ല ബ്ലാക്ക് എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞ ഗാലക്സി അത് പ്യുവർ ബ്ലാക്കാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കളർ ആഡ് ചെയ്യുന്നൊന്നുമില്ല. കോമൺലി ഇപ്പം വരുന്ന പല ഗ്രാനൈറ്റിലും നമ്മൾ അപ്പോക്സി ആഡ് ചെയ്താൽ വരുന്നത്. കളർ അപ്പോക്സി കളേഴ്സ് ആഡ് ചെയ്തിട്ടാണ്. ബാക്ക് സൈഡിൽ നിന്ന് ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ അപ്പോക്സി കളർ വിസിബിൾ ആവുന്നു, നമുക്ക് കാണാൻ പറ്റും. അങ്ങനല്ല, ബാക്ക് ഫ്രണ്ടിലത്തെ കളറും ബാക്കിലത്തെ കളറും ഡിഫറൻസ് ഉണ്ടാവും. ഈ ബാക്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രാക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അവരൊക്കെ അതിലും ബുദ്ധിമാന്മാരാണ്. അതിനും മേളിലുള്ള ഓരോ പരിപാടികൾ കാണിച്ചിട്ടാണ് ഈ സാധനം വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും നമ്മളിതിനകത്ത് കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഗ്രാനൈറ്റ് മാക്സിമം നമ്മളിപ്പം വലിയ ക്വാണ്ടിറ്റി ഒന്നും അല്ല പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള എവിടെ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അയാളുടെ കൊങ്ങി പിടിക്കുമല്ലോ, വലുതായിട്ട് ദൂരത്തോട്ട് പോകണ്ട. അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഗ്രാനൈറ്റിൻ്റെ ഒരു ഭാഗം. പിന്നെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരോ അങ്ങനെ പോയി എടുക്കുന്ന ഒരു രീതികളുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിനെ കാട്ടി തീർച്ചയായിട്ടും വിലക്കുറവുണ്ട് അവിടെ പോയി എടുക്കുമ്പോൾ. അതെ, ജിഗിനി, ബാംഗ്ലൂർ, കൃഷ്ണഗിരി പല സ്ഥലത്ത് പോയി എടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ അന്നേരം നോക്കിയെടുക്കുക, അതിനെ അറിയാവുന്ന ഒരാളെ കൊണ്ടുപോയി എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു മെയിൻ കാര്യം. അത് പറഞ്ഞാൽ നമുക്ക് മെഷർമെൻറ്റിനകത്ത് കുറച്ച് ഡിഫറൻസ് കിട്ടും. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടും, പ്രൈസിലുള്ള ഡിഫറൻസ് കിട്ടും. അതാണ് ഒരു വലിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാനൈറ്റിന് കിട്ടുന്ന ബെനിഫിറ്റ് ദൂരെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ. ഇനി ടൈൽസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ടൈൽസ് നമ്മൾ എടുക്കുമ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ടൈലാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ആ 1000 സ്ക്വയർ ഫീറ്റ് എടുത്തു. ഏതെങ്കിലും ഒരു ടൈലിന് ബ്രേക്കേജ് വന്നു കഴിഞ്ഞാൽ ആ സ്ക്വയർ ഫീറ്റിൻ്റെ അളവിൽ കുറവ് വന്നു.
അപ്പോൾ നമുക്ക് അഡീഷണൽ ടൈൽ എടുക്കണമെങ്കിൽ ദൂരത്തുനിന്ന് എടുത്തെങ്കിൽ അത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും. അതാണ് അതിനകത്ത് പ്രശ്നം. ടൈല് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിയറസ്റ്റ് ഷോപ്പ് ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ഒരു എക്സ്ട്രാ ഒരു ക്വാണ്ടിറ്റി, അതായത് നമുക്കൊരു 10 ടൈലെങ്കിലും ഒന്ന് ബ്രേക്ക് ആവാനുള്ള ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം. പിന്നെ പലപ്പോഴും ഇവരുടെ കട്ടിങ്ങിൽ ലേബേഴ്സിൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ ഇഷ്യൂസ് കാര്യങ്ങൾ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അതെ, ടൈൽസിലിപ്പോൾ ഒരു 5% to 7% കൺസിഡർ ചെയ്യുന്നപ്പോഴും നല്ലതാണ്. ഒരു എക്സ്ട്രാ ക്വാണ്ടിറ്റി എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം അതിനകത്ത് 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന് ബാച്ച്, ഇപ്പം ബാച്ച് ടു ബാച്ച് കളർ വേരിയേഷൻസ്. അതെ, തീർച്ചയായിട്ടും വരും. അത് ഭയങ്കര ഒരു ഇതാണ്. അതായത് നമ്മൾ പിന്നെ പല ഷോപ്പുകളും അവർ കൃത്യമായിട്ട് അത് ചെയ്യുന്നത് ആൾക്കാർ പറയും ഇന്ന ബാച്ചാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് ഒരു സ്ഥലത്ത് ഇട്ട് തീർക്കുക. അതെ, ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ചെയ്യുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരത്തില്ല. ഇപ്പോൾ ഒരു ബെഡ്റൂം അതിനകത്ത് ഒരേ ബാച്ച് കിട്ടുക. ഒരു ഹോളൊക്കെ ആണെങ്കിൽ മൊത്തം ഒറ്റ ബാച്ച് വേണം, നമുക്ക് സിംഗിൾ ബാച്ച് ടൈൽ വേണം. ബാച്ച് വേരിയേഷൻ ഉണ്ടെങ്കിൽ അവർ പറയും ഇന്ന സ്ഥലത്ത് തന്നെ ഇടണം. അത് കറക്റ്റായിട്ട് അവർക്ക് ഏകദേശം നമ്മളൊരു ഐഡിയ കൊടുക്കുമല്ലോ. അപ്പോൾ ആ ബാച്ച് നോക്കി ഇടുക. പിന്നീട് നമ്മൾ ഒരു 5-6 മാസം കഴിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ സെയിം ബാച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ നേരത്തെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. എടുത്ത് വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മുൻകരുതൽ എടുക്കണം അതിനകത്ത്. ഈ നമ്മുടെ വിഷയം തന്നെ ഗ്രാനൈറ്റ് വാസ് ടൈൽ എന്നാണ്. ശരിക്കും ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ്, ഗ്രാനൈറ്റ് എന്താണ് ടൈൽസ്? നിങ്ങൾ നേരത്തെ പറഞ്ഞ നാച്ചുറൽ മെറ്റീരിയലാണ് ഗ്രാനൈറ്റ്. ടൈല് നമ്മൾ നാച്ചുറൽ ക്ലേന്ന് അത് ഹീറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സിലൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അത് തന്നെയാണ് മെയിൻ ഡിഫറൻസ്. ഹെൽത്ത് വൈസ് ബെറ്റർ മെറ്റീരിയൽ ഏതാണ്? പിന്നെ ഗ്രാനൈറ്റ് തണുപ്പ് മാക്സിമം പിടിക്കും. നമ്മുടെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ തൊട്ട് താഴെ കിടക്കുന്ന മെറ്റീരിയലിൻ്റെ അതേ തണുപ്പ് പിടിച്ച് മേളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കും. ടൈലും ഈ പറയുന്നത് തൊട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല പറയാൻ. ടൈല് പക്ഷെ ഭയങ്കരമായിട്ട് ചൂടാവുന്ന കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ടെറസിലൊക്കെ വെക്കുന്ന സമയത്ത്, അല്ലെ ടെറസിലൊക്കെ നമ്മൾ ടൈല് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. അത് അതിപ്പോൾ ഗ്രാനൈറ്റ് ആയാലും നമ്മൾ ടെറസിലിട്ടായാലും ചൂട് പിടിക്കും. അല്ല, ഗ്രാനൈറ്റ് ഈ നാച്ചുറൽ ഷെയ്ഡ് വരുന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗാലക്സി അത്ര ചൂട് പിടിക്കില്ലേ? ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റോൺസ് ആണ്. സ്റ്റോൺസിനകത്ത് ചൂട് പിടിക്കും, പിന്നെ ചൂട് പെട്ടെന്ന് പോവുകയും ചെയ്യും. പക്ഷേ റിലീസ് ചെയ്യും. ടൈൽസ് ആകുമ്പോൾ അത്ര പെട്ടെന്ന് റിലീസ് ചെയ്യത്തില്ല. നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചർ പോലല്ലോ, കോൺക്രീറ്റിൽ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ റിലീസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സമയം. അതുപോലെ ഈ ടൈൽസിനകത്ത് ടൈം എടുക്കും. നല്ല ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും റിലീസ് ആവാൻ. ഈ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് തറ, നമ്മുടെ വീട്ടിലെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് മുറ്റത്തിട്ടിരിക്കുന്നത്. അത് ആ ഷെയ്ഡ് വന്നിരിക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ മതി. ഒരേ സ്ഥലത്ത് ഒരേപോലെ ചവിട്ടി നിന്ന് കഴിഞ്ഞാൽ ആ തണലുള്ള സ്ഥലത്തും അപ്പുറേ സ്ഥലത്തും പെട്ടെന്ന് ചൂടിന് വ്യത്യാസം അറിയാൻ പറ്റും. വളരെ പെട്ടെന്ന് റിലീസ് ചെയ്യും. ഈ വാദമുള്ള ഒരു ഗ്രാനൈറ്റ് ഉപയോഗിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ടൈൽസ് അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. രണ്ടും പറയുന്നുണ്ട്. മാർബിൾ ഗ്രാനൈറ്റ് ഉപയോഗിക്കാമെന്നും വാദമുള്ളവരിക്കും തണുപ്പല്ലേ ഇതിൻ്റെ ഒരു പ്രശ്നം. അതിന് എങ്ങനെയാണ് എനിക്ക് തോന്നി, കറക്റ്റ് അറിയില്ല. തണുപ്പ് ബുദ്ധിമുട്ടാണ്. ഗ്രാനൈറ്റിനകത്ത് എന്തായാലും മസ്റ്റായിട്ട് തണുപ്പ് വരും. അതൊരിക്കലും പറയാൻ പറ്റത്തില്ല. നല്ല തണുപ്പുണ്ട്. എപ്പോഴും തണുപ്പ് കൂടുതൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഗ്രാനൈറ്റിലേക്ക് പോകാം. അത്രയും തണുപ്പ് എന്തായാലും ടൈൽസിലേക്ക് വരത്തില്ല. പക്ഷേ ഒരു ബിൽഡിങ്ങിൻ്റെ അജയ് പറഞ്ഞ കണക്ക് അതിൻ്റെ എസ്തറ്റിക്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ടൈലാവുമ്പോൾ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അല്ലേ? ഒരുപാടല്ല, ഇഷ്ടം പോലെ മുഴുവൻ ഈ പ്രിന്റ് അല്ലേ, മേളി മുഴുവൻ പ്രിന്റ്. അതിനകത്ത് ഗ്രാനൈറ്റ് ഇപ്പൊ ഒരു സ്ഥലത്തു നിന്ന് കട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഗ്രാനൈറ്റിനകത്ത് പിന്നെ ചെയ്യുന്ന ഉടായ്പെന്ന് പറഞ്ഞാൽ വൈറ്റ് ഗ്രാനൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനം അതിനകത്ത് കളർ ചെയ്യും. തുറന്നു പറയും, പല കളർ ചെയ്തിട്ട് പല കളറാക്കി മാറ്റാറുണ്ട്. വൈറ്റ് ബേസ് ആയിരിക്കും, പക്ഷെ ചിലപ്പോ അത് വേറൊരു പച്ച കളറിലായിരിക്കും, മജന്ത കളറായിരിക്കും. നിങ്ങൾ ലാസ്റ്റ് ആഡ് ചെയ്ത കളർ ഏതാ? പശുവിനെ കളർ അടിച്ച് വെക്കുന്ന അത് നിങ്ങൾക്ക് അതല്ല ഉള്ളതാണ്. ഞാൻ വൈറ്റ് വന്നിട്ട് നിങ്ങൾ അത് പച്ചയാക്കി കൊടുത്തില്ലേ? അതൊക്കെ ഇവിടെ പറയാമോ? നമ്മൾ തമ്മിൽ അത് അങ്ങനെയല്ല, അങ്ങനെയാണ് നമ്മുടെ ഡീൽ, അങ്ങനെയാണ്. അപ്പോൾ ഗ്രാനൈറ്റിന് ഇങ്ങനെയൊക്കെയുള്ള കുറേ കോമൺ പ്രശ്നങ്ങളുണ്ടല്ലോ. അത് ഗ്രാനൈറ്റ് അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. ഏറ്റവും പ്രശ്നം കോസ്റ്റ് തന്നെയാണ് ഇതിനകത്ത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് പോകുന്നുണ്ട് ഗ്രാനൈറ്റ് ഇല്ലേ? ഗ്രാനൈറ്റ് ഇല്ല, മാർബിളാണ്. നമുക്കറിയാവുന്ന ഒരു കോറിയിൽ അപ്പോൾ അത് മാർബിളാണ്. അത് നമ്മുടെ എനിക്ക് രാജസ്ഥാൻ ബേസ് ചെയ്ത് ഒരുപാട് മാർബിൾ. പക്ഷെ ഗ്രാനൈറ്റ് നമ്മുടെ ഇവിടെ ഇല്ലേ? ചിറ്റൂരുണ്ട്, അതുപോലെ കൃഷ്ണഗിരി ഏരിയ. നമ്മുടെ ഏരിയ നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്? അല്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടോ? മാർബിൾ ഈ കോറിയിലെ ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്തൊരു കോറിയിൽ ഇത് കട്ട് ചെയ്യാനായിട്ട് മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കേട്ടോ, രണ്ടിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ ഗ്രീൻ കളറിലെ മാർബിൾ ഉണ്ടായിരുന്നല്ലോ, കുപ്പം ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാർബിൾ. ചാത്തന്നൂർ അകത്തോട്ടാ. നമ്മുടെ ലുലു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബൈപ്പാസ് ഇല്ലേ, അവിടെ റൈറ്റ് സൈഡിൽ ആ കട്ട് ചെയ്തിട്ട് ആ സാധനം, അതെ, അത് അവർ അവസാനം അങ്ങനെയാണല്ലോ കട്ട് ചെയ്ത് കൊണ്ടുപോയത്. ഗ്രാനൈറ്റും നോർമൽ പാറ തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന്റെ കറക്റ്റ് ടെക്നിക്കലി ഉള്ള ഡിഫറൻസ് കാണാൻ ഭയങ്കര റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ. ഒരു സ്റ്റോണിന് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് പാറ തന്നെയാണ് ഗ്രാനൈറ്റ് എങ്കിലും
അതിന് കുറച്ച് ടെക്നിക്കലി ഡിഫറൻസ് ഉണ്ട്. മാർബിളും ഗ്രാനൈറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം ചോദിക്കണം? സോഫ്റ്റ് സ്റ്റോൺ ആണ് മാർബിൾ, അത് ഹാർഡ് സ്റ്റോൺ ആണ് ഗ്രാനൈറ്റ്. ടൈൽസ് പക്ഷേ ഈ പറഞ്ഞ കണക്കാണ്, ഏത് സൈസിൽ മാർബിൾ എടുക്കാനും ഗ്രാനൈറ്റ് എടുക്കാനുള്ള പാകത്തിന് അതിന്റെ ഡിസൈൻസിൽ ഇപ്പൊ അതിന്റെ 10 ഇരട്ടി ഡിസൈനിൽ നമുക്ക് ടൈൽ കിട്ടി തുടങ്ങി. അങ്ങനെയാണ് ടൈൽസ് നമുക്ക് കൂടുതലും പോപ്പുലർ ആയത്. കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇപ്പൊ നമ്മുടെ ഫോട്ടോസ് വെച്ച് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം, പ്രിന്റ് ചെയ്യാലോ ഇപ്പോ. പ്രിന്റ് ചെയ്യാം, പക്ഷെ അതായത് അത്രയും വോളിയം വേണം. അതെ, വോളിയം വേണം. അത് ഇപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി അങ്ങനെ കിട്ടത്തില്ല. അത്രയും വോളിയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ബാച്ച് പോകുമ്പോൾ ഡിസൈൻസ് ഒരുപാട് വന്നു. ഉദാഹരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഡിജിറ്റൽ ആയപ്പോഴത്തേക്ക് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്ന വിഷയം നമ്മളെല്ലാവരും പലരും കണ്ടുണ്ടാവും. ഇതുപോലത്തെ ഒരു ടെക്നോളജി തന്നെയാണ് ഇപ്പോൾ ടൈലും പ്രിന്റ് ചെയ്യുന്നത്. അപ്പം എന്തും പ്രിന്റ് ചെയ്യാന്നുള്ളൊരു അവസ്ഥയായി. ഏത് ഡിസൈൻ പ്രിന്റ് ചെയ്യാനും പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു പഴയ ഈ ബെർഷ്യ മാർബിൾ, ബെർഷ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കളർ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ബോട്ടിച്ചീന, അതൊക്കെ ഇപ്പൊ ടൈൽസിൽ വന്നു. നിങ്ങളുടെ കളറിന്റെ കേസ് പറയുമ്പോഴേ നിങ്ങൾ ഇടയ്ക്ക് എന്തോ ഒരു കളർ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാനില്ലാത്ത സമയത്ത് എന്ത് കളറായിരുന്നു അത്? ഏതാ പുതിയ ഡിസ്കവർ ചെയ്തോ? താനെന്തോ ഭയങ്കരമായിട്ട് തള്ളുന്നുണ്ടെന്ന് എന്തോ ഒരു തൊളിയിൽ, മറ്റേ നമ്മുടെ ഈ ഇതുണ്ടാക്കുന്ന സമയത്തെ നീലം തൊളിയോ? നീലഞ്ചെളി. നിങ്ങൾ തലയാട്ടുന്നുണ്ടല്ലോ എന്ത് നീലഞ്ചെളി, എന്താ സംഭവം അത്? നീലഞ്ചെളി എന്ന് പറഞ്ഞാല് പറഞ്ഞോളൂ അണ്ണം പറ. അത് ഇഷ്ടികയുണ്ട്, വയർക്കട്ട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചെളി, അത് അവിടെ നിന്ന് വന്നുകൊണ്ടാണ് നീലഞ്ചെളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയും ബെസ്റ്റ് ചെളിയായിരുന്നു. ഇപ്പൊ താരം മാർത്താണ്ടത്തുനിന്ന് അങ്ങനെ ചെയ്തോണ്ടിരുന്ന. അയ്യോ ഞാൻ തലയാട്ടിയായിരുന്നു, ഇപ്പൊ കിട്ടിയല്ലോ. സംശയം ക്ലിയർ ചെയ്തു. അതിന് ഉദ്ദേശ സംശയം ആയിരുന്നില്ല, ഗ്രാനൈറ്റിലേക്ക് വരാണ്. ഗ്രാനൈറ്റിനകത്ത് നമുക്ക് കോസ്റ്റ് പ്രശ്നമുണ്ട്, ലിമിറ്റഡ് കളർ ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, അവൈലബിലിറ്റി പ്രശ്നമുണ്ട്. ഇതാണ് ഗ്രാനൈറ്റിനകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ലേബർ വേണം, ലേബർ കോസ്റ്റ് കൂടുതലാണ്, പോളിഷ് വ്യത്യസ്തമാണ്. പോളിഷ് വ്യത്യസ്തമാണ്. പിന്നെ ഇപ്പം ഈ ഗ്രാനൈറ്റ് അതിന്റെ പോളിഷിംഗ് ഒക്കെ ഫിനിഷേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം കുറച്ച് കെമിക്കൽസ് ഒക്കെ അവൈലബിൾ ആണ്. വേണം വീണ്ടും ഒരു ജസ്റ്റ് ഒരു റിലാക്സിങ് ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം അതൊക്കെയാണ് ഗ്രാനൈറ്റിന്റെ ഒരു കുറച്ച് ഡ്രോബാക്സും അഡ്വാൻറ്റേജസും. പിന്നെ അഡ്വാൻറ്റേജ് വരുമ്പോൾ തണുപ്പ് അത്യാവശ്യം കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. തണുപ്പ് വേണ്ടുന്നവരുണ്ട്, വേണ്ടാത്തവരുണ്ട്, ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് കൺസിഡർ ചെയ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങൾ. ഗ്രാനൈറ്റ് ഒരു ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് വീടുകളിൽ ഒരു 90% പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതലും ഒരു കണ്ടംപററി സ്റ്റൈലിലേക്ക് വീട് വെക്കുമ്പോൾ ഗ്രാനൈറ്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഏരിയ ഒന്ന് ഫ്രണ്ട് സ്റ്റെപ്സ്, പിന്നെ കിച്ചന്റെ ടോപ്പ്, കൗണ്ടർ ടോപ്പ്, അതെല്ലാം ബ്ലാക്കിലേക്കാണ് പോകുന്നത്. എല്ലാം ബ്ലാക്ക് ആണ് കൂടുതലും കോമൺലി യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ലെപ്പോത്ര ഫിനിഷ്, അത് ബ്ലാക്ക് തന്നെയാണ് ബേസ് ചെയ്യുന്നത്. സ്ലാബ് ഉണ്ട്, 10 അടി സ്ലാബ് വരെ ആയി വന്നു. 10 അടി സ്ലാബ് വരെ വന്നു. അപ്പോൾ ടൈൽസിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് കണക്ക് കോസ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 40 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ടൈല് നമുക്ക് ലേബർ ഉൾപ്പെടെ മെറ്റീരിയൽ ഉൾപ്പെടെ ലേ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അതായത് ടൈലിന്റെ കോസ്റ്റ്, അതുപോലെ ലേബർ കോസ്റ്റ്, അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ്. ഇപ്പൊ adhesive ആണെങ്കിൽ അങ്ങനെ ചീപ്പസ്റ്റ് ആണെങ്കിൽ ഒരു 40 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ വലിയ സൈസ് ടൈൽ, ഇപ്പൊ 6x4 ടൈലൊക്കെ തന്നെ 100 രൂപ താഴെ ഉള്ളൂ, 80 രൂപ. പല റേറ്റ് ആണ്, പല ബ്രാൻഡ് അനുസരിച്ച് ഒരു 65 രൂപ കിട്ടും. എക്സാക്ട് പ്രൈസ് പറഞ്ഞല്ലോ 65. പല കുറഞ്ഞ റേറ്റ്. ഇപ്പൊ നമുക്ക് ഗ്രാനൈറ്റ് ആ റേഞ്ചിൽ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അല്ല, ഈ ഇടയ്ക്ക് 65 രൂപയ്ക്കെന്നല്ല, അതിൽ കുറച്ച് വിലയ്ക്ക് 6x4 നമ്മുടെ കജാരിക്ക് കൊടുത്തപ്പോഴത്തേക്ക് അവരെന്റെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തില്ല, എന്നെ കൂച്ചി നിർത്തി ഇടിച്ച് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് അവര് കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കുക ചെയ്യുന്നത്. അവർക്ക് ഈ ഷോപ്പുകാർ തമ്മിലുള്ള ഒരു കിടമത്സരം അങ്ങനെ ഒന്നും സംഭവിച്ചാട്ടോ, അവർക്കത് പ്രശ്നം ഇല്ലായിരുന്നു. ആക്ച്വലി കജാരിക്ക് പ്രശ്നമായിരുന്നു. ഇപ്പൊ കജാരി, അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്തു, കജാരിയെ പേര് വീഡിയോ പറയുമ്പോൾ ഞാൻ ആ പേരങ്ങ് ഉപേക്ഷിച്ച് പൈസ അതിന്റെ റേറ്റ് അങ്ങ് പറയാൻ തുടങ്ങി. അപ്പൊ ആർക്കും പരാതിയില്ലല്ലോ. ഇനി അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അങ്ങനെ ഒരു സാധനത്തിലേക്ക് ഇനി ചോദിക്കുമ്പോഴേ ബ്രാൻഡഡ് അൺബ്രാൻഡഡ് അതുകൂടി ഒന്ന് പറയാം. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇത് കാണാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അതൊന്നും കിട്ടൂല അല്ലെങ്കിൽ. അപ്പം ഈ അൺബ്രാൻഡഡും ബ്രാൻഡഡും തമ്മിൽ വരുന്ന സമയത്ത് ക്വാളിറ്റിയിൽ എത്രത്തോളം ഡിഫറൻസ് വരും? ഇപ്പം ബ്രാൻഡഡ് വിട്ട് പറയൂല, എന്നാലും ചെറിയ സാധനങ്ങൾ എല്ലാ കടകളും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത്. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അതിനകത്ത് ഒരു എന്താണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കൊടുക്കേണ്ടി വരുമ്പോൾ ചില പ്രോഡക്റ്റുകളൊക്കെ പലരും വിൽക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പം ബ്രാൻഡഡ് ടൈലിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒത്തിരി ബ്രാൻഡുണ്ട്. ഇപ്പോൾ പറഞ്ഞ ബ്രാൻഡ് ഉൾപ്പെടെ തന്നെ ഒരുപാട് ബ്രാൻഡുണ്ട്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുകയൊന്നും വേണ്ട, ഒന്ന് സ്റ്റഡി ചെയ്യണ്ട, അപ്പോൾ എടുക്കുക എന്നുള്ളതാണ്. അവർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കണ്ണും പൂട്ടിയൊക്കെ എടുക്കാം. ഇനി അൺബ്രാൻഡഡ് ടൈലിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ ഒരു 2,500-3,000 ഫാക്ടറി എടുത്തുണ്ട്. അപ്പോൾ ഇത്രയും ബ്രാൻഡ് കിടപ്പുണ്ട്.
അപ്പോൾ അതെല്ലാം ബ്രാൻഡാണ്, ഫെമിലിയർ അല്ലെന്നേ ഉള്ളൂ. എല്ലാം ബ്രാൻഡാണ്, പക്ഷേ ഫെമിലിയർ അല്ല. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല, പല കടകളും പല പ്രോഡക്റ്റുകളാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പം കൊട്ടിയം ജംഗ്ഷനിൽ ഒരു കടയുണ്ടെങ്കിൽ ചാത്തന്നൂരുള്ള കട വേറൊരു ബ്രാൻഡായിരിക്കും ഡീൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ കേൾക്കുന്ന ബ്രാൻഡല്ല അവിടെ കേൾക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഇത് ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയതായിരിക്കാം, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരിക്കാം. ഇത് നമുക്ക് ആ കടക്കാരൻ്റെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അയാളിൽ നമ്മളൊരു ട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അൺബ്രാൻഡ് എടുക്കുന്നുണ്ട് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ ഫാക്ടറി ഒക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യുന്നതാണ്. ഒരു 100 കോടി 150 കോടിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അതെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ ചെളി കൊണ്ടാണ് ടൈൽ ഉണ്ടാക്കുന്നത്. ചെളി കുഴച്ച് ടൈലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അവർ മാക്സിമം നല്ല ഔട്ട്പുട്ടേ തരാൻ ഉദ്ദേശിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. കാരണം ഈ കടക്കാരുമായിട്ടും മൾട്ടിപ്പിൾ ടൈം ഡീൽ ചെയ്യുന്നതായിരിക്കും ഈ കമ്പനി. അപ്പോൾ അൺബ്രാൻഡഡ് ടൈൽ എടുക്കുന്നുണ്ട് യാതൊരു പ്രശ്നമില്ല, കോസ്റ്റ് എപ്പോഴും കുറഞ്ഞിരിക്കും. ആ കടയിലെ ആളുടെ ചോദിച്ചിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് തീർച്ചയായിട്ടും അൺബ്രാൻഡഡ് ടൈലിലേക്ക് പോകാം. അല്ലെങ്കിൽ ടൈലുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്താൽ മതി. നമുക്ക് ഇന്ന ബ്രാൻഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ബ്രാൻഡാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഒപ്പീനിയൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അന്യായ കളക്ഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട് കളക്ഷൻസ് ഉണ്ട്. ഈ ബ്രാൻഡ് ഒക്കെ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ബ്രാൻഡൊക്കെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ ഒന്നും അല്ല. നിങ്ങൾ എന്ന് പറഞ്ഞോണ്ടിരിക്കണം, കജാരി എന്ന് പറഞ്ഞ് ഞാനിപ്പോ പേസ്റ്റ്. നിങ്ങൾ വീണ്ടും 2 കേസായേ. ആദ്യ പ്രാവശ്യം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു. ഞാൻ പറയില്ല KS അങ്ങനെ ഉണ്ട്, K ഉണ്ട്, S ഉണ്ട്, പിന്നെ J ഉണ്ട്, R ഉണ്ട്, A ഉണ്ട്. ആറേതാണ് ഏത് നമ്മൾ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നതുകൊണ്ട് ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾക്ക് അത് പുല്ല് പോട്ട് പണി ഇവിടെ. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ റേറ്റ് വൈസ്. ഇതിന് രണ്ടും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും, ടൈലും ഗ്രാനൈറ്റും. അതുകൂടെ ഒന്ന് പറയാം. അല്ലേ, നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് തോന്നുന്നത്. എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ടൈലിൽ വരുമ്പോൾ നമുക്ക് നാച്ചുറൽ മെറ്റീരിയൽ അല്ല എന്നുള്ള ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അഡ്വാൻറ്റേജ് ആണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ഒരുപാട് വൈഡ് ഓപ്ഷൻസ് കിട്ടും, വൈഡ് സൈസ് റേഞ്ച് കിട്ടും, പല തിക്നെസ്സിൽ കിട്ടും, ഫുൾ ബോഡി, GVT, അങ്ങനെ പല രീതിയിൽ. ഇപ്പം GVT ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ എന്തെങ്കിലുമൊക്കെ ചിപ്പിങ് വന്നു കഴിഞ്ഞാൽ ആ ഡിസൈൻ പോയി. പിന്നെ അത് ടൈൽ യൂസ് ചെയ്യാൻ പറ്റും. വലിയ ഇപ്പോൾ ഒരു 6-4 സ്ലാബ് നമ്മൾ എടുക്കുന്നു, അതിന്റെ സെന്ററിൽ ഒരു ചിപ്പിംഗ് വന്നു കഴിഞ്ഞാൽ ആ ഡിസൈൻ പോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ സമയത്ത് ഗ്രാനൈറ്റ് ആണെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ കറക്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ലേ ചെയ്യുമ്പം നല്ല എക്സ്പെർട്ട് ലേബർ വേണം വലിയ ടൈലാണെങ്കിൽ. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ബെഡ് ചെയ്ത് അതിനകത്ത് ഗം ഉപയോഗിച്ച് തന്നെ ലേ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ വീണ്ടും ജോയിന്റ് ഫ്രീ തിരിച്ചു വരുന്നില്ലേ അല്ലേ? എല്ലാത്തിലും ചെയ്യാം, പക്ഷേ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് വരുമെന്നേ ഉള്ളൂ. ഇപ്പൊ ജോയിന്റ് ഫ്രീ ഒരു ഇതല്ലല്ലോ, ഒരു കാര്യമല്ലല്ലോ, ഫാക്ടർ അല്ല. അപ്പം എല്ലാവരും സ്പേസ് ഇട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എക്സ്പാൻഷൻ കോൺട്രാക്ട്സിനെ നമ്മൾ മാനേജ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്പേസ് ഇട്ട് ചെയ്യുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് സംഭവിക്കും അല്ലേ? എക്സ്പാൻഷൻ അത് ഏത് മെറ്റീരിയലും വരും, ചെറിയൊരു വേരിയേഷൻ വരും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഇപ്പം വൈബ്രേറ്ററൊക്കെ കിട്ടും. അപ്പോൾ വലിയ ടൈലാകുമ്പോൾ തീർച്ചയായും വൈബ്രേറ്ററൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് ലേബർ കോസ്റ്റ് കൂടുതലാണ്, ആ ലേബർ കോസ്റ്റ് കൊടുത്ത് തന്നെ ചെയ്യിക്കണം. ഗ്രാനൈറ്റിന് സത്യം പറഞ്ഞാൽ 35 രൂപ ആ റേഞ്ചൊക്കെ വരത്തില്ലേ. പിന്നെ മോൾഡിങ്ങിന് സെപ്പറേറ്റ് ചാർജ് വരും. അതുപോലെ ടൈലിനും അത്ര റേറ്റ് ഒക്കെ വരുന്നുണ്ട് വലിയ ടൈലിന്. അപ്പം അത്രയും ലേബർ കോസ്റ്റ് ആകും. കാരണം ഒരു ടൈല് പിടിച്ചു നോക്കണമെങ്കിൽ തന്നെ 3-4 പേര് വേണം. അത്രത്തോളം എക്സ്പെർട്ട് ലേബറിനെ നല്ല റേറ്റ് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും വലിയ ടൈലിലേക്ക് പോകുമ്പോൾ നല്ലത്. ഇത്രയൊക്കെ നമുക്ക് ഇതിനകത്തുള്ള അല്ലേ? അതെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ബ്രാൻഡിനെ കുറിച്ചും. അപ്പം നമ്മുടെ പിന്നെ പ്രാക്ടിക്കൽ സെക്ഷനകത്ത് ടൈൽസിനെ കുറിച്ചിട്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ടാകും അല്ലേ? അപ്പോൾ അത് പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കണം. ഡേറ്റ് അറിയിക്കുന്നതാണ്. ഡേറ്റ് അറിയിക്കാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞങ്ങൾ ഡേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. ഉടനെ ഉണ്ടാവും. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തു വരണം, അതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. വി ആർ സൈനിങ് ഓഫ്. ഇവിടെ നോക്കിയിട്ടുണ്ടോ? വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.